ഡാഡ്സ് വില്ലേജ് ഗറാഷ്. ആലപ്പുഴ ജില്ലയിൽ തുറവൂരിൽ നിന്ന് തൈക്കാട്ടുശ്ശേരിക്ക് പോകുമ്പോൾ തൈക്കാട്ടുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഈ ഡാഡ്സ് വില്ലേജ് ഗറാഷ് വരുന്നത്. ഇത് നമ്മുടെ റോയ് സാറിൻ്റെ ഗറാഷാണ്. പൊതുവെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ തുടങ്ങിയ പിന്നെ വർക്ക്ഷോപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആകെ നാശകോശമായതുകൊണ്ട് നമ്മളങ്ങനെ പോകാറില്ല. പൊതുവേ ഇപ്പോൾ ടൂൾ വണ്ടി സെയിൽ നിർത്തിക്കൊണ്ട് ടൂൾ സെയിലിനും ആ വഴിക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. എങ്കിലും ഇദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിസിറ്റ് ചെയ്യേണ്ടത് ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പുള്ളി പറഞ്ഞതനുസരിച്ച് പുള്ളി ട്രാൻസ്മിഷൻ ആക്കി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു ഗറാഷ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മുടെ ആ ഏരിയയിലൊന്നും ഇത്രയും എഫിഷ്യൻറ്റും പ്രൊഫഷൻ്റ് ആയിട്ടൊരു ഗറാഷ് ഉണ്ട്. 1-2 വർക്ക്ഷോപ്പുകൾ മാത്രമാണ് അവിടെ നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇല്ലാഴികയൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്കും വളരെ സന്തോഷമായി. മാത്രമല്ല അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു ടെക്നീഷ്യൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം പുള്ളിക്കുണ്ടെന്നാണ് പുള്ളിയുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി പുള്ളിയോട് വിശദീകരിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും EVക്ക് പുള്ളി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. പലരും ഉണ്ടായിരിക്കാം കേട്ടോ, എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റോയാഷാൻ. അപ്പോൾ പുള്ളിനെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു പരിചയക്കുറവ് ഒന്നും ഉണ്ടായില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഒരു കാര്യങ്ങളും പുള്ളിയെടുത്ത് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ജാക്കി എടുത്തോളാൻ പറഞ്ഞ് പുള്ളി അതിന് അഡ്വാൻസ് എന്ന് വളരെ സന്തോഷമായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് EV വാഹനങ്ങൾ നിരവധി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ലോക്കൽ ഗറാഷൻസ് എല്ലാം തന്നെ ഇതിൻ്റെ ടെക്നോളജി എത്രയും വേഗം കരസ്ഥമാക്കണം. പുതിയ പിള്ളേർക്കൊക്കെ അത് ചെയ്യാനുള്ള കഴിവുണ്ട്, അവർക്ക് അത് നോളജ് അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തരം ആളുകളുടെ ഒരു അറിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്.